മരിച്ചു പോവുക. അത് കുറെ കരഞ്ഞിട്ടൊന്നും കാര്യമില്ല, എന്തായാലും മരിക്കും. പരീക്ഷ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് എന്താ കാര്യം? കുട്ടിയെ ബുക്കെടുത്ത് വായിച്ച് പഠിച്ചോ, എന്തായാലും എക്സാമിൽ ഇരിക്കുന്ന നിർബന്ധമാണ് എന്ന പോലെ മരിക്കണല്ലോ എന്ന് ആലോചിച്ച് കരഞ്ഞിട്ട് എന്താ കാര്യം? മരിക്കും, ഉറപ്പാണ്. അതിനു വേണ്ടി ഒരുങ്ങിക്കോ, അതന്നെ എന്റെ പരിഹാരം. നിങ്ങളുടെ ജനനം കഴിഞ്ഞാൽ ഏത് സമയവും മരണം വരാം. അതുകൊണ്ടാ ജനിച്ച കുഞ്ഞിന്റെ വലത് ചെവിയിൽ വാങ്കും ഇടത് ചെവിയിൽ ഇഖാമത്തും കൊടുക്കുന്നത്. ജനനം കഴിഞ്ഞാൽ എപ്പോഴും കുട്ടിക്ക് മരണം സംഭവിക്കാം. ഒരാഴ്ച, ഒരു ദിവസം, ഒരു മാസം, ഒരു വയസ്സ്, 2 വയസ്സ്, 90 വയസ്സ്, 100 വയസ്സ്, എപ്പോഴും മരിക്കാം. അമ്മ നേരെ നിസ്കരിച്ചാൽ മതി. ബാങ്ക് ഇഖാമത്തൊക്കെ നേരത്തെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. വേഗം ഒന്നുകൊടുക്കുക, എന്നിട്ട് മയ്യിത്ത് നിസ്കരിക്കുക, കൊണ്ടുപോയി മറവ് ചെയ്യുക. എന്തേ? ജനിച്ചപ്പം കൊടുത്തിട്ടുണ്ട് ബാങ്ക് ഇഖാമത്ത്. എനി ടൈം ഇയാൾക്ക് മരണം സംഭവിക്കാം. നോക്കണേ, ജനാസ നിസ്കരിക്കാനുള്ള എല്ലാവിധ സംവിധാനവും ജനിച്ച ഉടനെ തന്നെ ചെയ്തു വെക്കപ്പെട്ട് കഴിഞ്ഞു. ബാങ്ക് കൊടുത്താലും ഇല്ലെങ്കിലും ബാങ്ക് കൊടുത്ത പോലെ. പിന്നെ ജനാസക്ക് ബാങ്ക് കൊടുക്കൂല, മയ്യിത്ത് വെച്ചിട്ട് ആരെയും ബാങ്ക് കൊടുക്കലില്ല. എന്തേ? അതൊക്കെ നേരത്തെ കൊടുത്തു കഴിഞ്ഞു. ജനിച്ചോ, എപ്പോഴും മരിക്കാം. എന്റെ കുട്ടിനെ എന്തേ അല്ലപ്പോ? അതൊന്നും പറയണ്ട. ജന്മം തന്ന പടച്ചവൻ എപ്പോഴാ കൊണ്ടുപോകേണ്ടത് എന്ന് അള്ളാഹു തീരുമാനിച്ചു. ആ തീരുമാനത്തിന് വഴങ്ങിക്കൊടുക്കാൻ എന്ത് ചെയ്യും?